മക്കാമുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു? അത് പരിശോധിക്കണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാര്, അപ്പൊ അള്ളാഹ് പറഞ്ഞു ജൂതന്റെ വിശ്വാസത്തിന്റെ തകരാറുന്നതാണ്, ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ തകരാറുന്നതാണ്, ബൗദ്ധൈവ വിശ്വാസികളുടെ തകരാറുന്നതാണ്, നബിയുടെ മൂത്താപ്പ എളാപ്പ ആ ടീമിന്റെ വിശ്വാസത്തിന്റെ തകരാറുന്നതാണ് എന്ന് അള്ളാഹ് പറഞ്ഞാൽ പിന്നെ അത്തകരാറ് ബഷീറിനും സുബൈറിനും ഉണ്ടെങ്കിൽ പിന്നെ അവരൊക്കെ നരകത്തിലും ബഷീറും സുബൈറും സ്വർഗ്ഗത്തിൽ പോവോ? എന്റെ പൊന്നാര ചങ്ങായിമാരെ, അബൂജഹലിന്റെ വിശ്വാസമാണ് മുജാഹിദ് വാലിശിരിക്കെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിലേക്കും അബൂജഹൽ നരകത്തിലേക്കും പോവോ? അങ്ങനെ ഒരു അനീതി അള്ളാഹ് കാണിക്കുവോ? സഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജ്, ആ ഹജ്ജിൽ മഖാമുശ്രിക്കുകളുടെ തൽബിയത്ത് ഉണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു റബ്ബേ, നിനക്ക് പങ്കുകാരില്ല, നിനക്കെന്തില്ല, നിനക്ക് പങ്കുകാരില്ല, നിനക്കെന്തില്ല, നിനക്ക് പങ്കുകാരില്ല. എന്നിട്ട് എന്താ പറയുന്നത്? പിന്നെ പറയുന്നത് എന്താ? ഇനി ഇത് പറയുമ്പോൾ ഒരു സംഗതി വിവരിക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹീഹ് മുസ്ലിമിൽ സംബന്ധിക്കുന്നത്. കഅബത്തിനടുത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അവിടെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. നബിയുടെ കൂടെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മക്കയിലെ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ ബൗദ്ധൈവ വിശ്വാസികൾ വരിക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അവരെ ഹജ്ജ് ചെയ്തിരുന്നോ? അബൂലഹബ് ആചാരായിരുന്നു, അബൂജഹൽ ആചാരായിരുന്നു, ഇക്രിമ ആചാരായിരുന്നു, അൽ ഹാജി അബൂജഹൽ, നമ്മൾ അറിയല്ലോ അബ്ദുല്ലാജി, അബ്ദുൽ ഹക്കീമാജി, അങ്ങനത്തെ ആചാരം അന്നുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അവരെ ഹജ്ജ് ചെയ്യാൻ, അവർ ഉംറ ചെയ്യാൻ തെൽബിയത്തും ചൊല്ലി വരുമ്പോൾ റസൂൽ അവരോട് എന്താ പറയണറിയോ? മക്കളെ മാറ്റുരച്ചു നോക്കണം, ഉസ്താദിനെ സ്നേഹിച്ച് ഉസ്താദിന്റെ കൈ മുത്തി എന്നുള്ളതൊന്നും സ്വർഗ്ഗത്ത് പോലെ കുഞ്ഞുമോനെ പോല. അത് ശരിക്കും മനസ്സിലായിക്കോ. ഞാൻ ഊനബിന്റെ മോനാണെന്ന് അവിടെ ചെല്ലാൻ പറ്റില്ല, നരകത്തിലാണെന്ന് അള്ള പറഞ്ഞു. ഞാൻ ഊനബിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവിടെ പറ്റില്ല, നരകത്തിലാന്ന് അള്ള പറഞ്ഞു. ഞാൻ ഫിറൗന്റെ ഭാര്യ എന്നാ നടക്ക് നരകത്തിലേക്ക് നല്ല പറയില്ല, കടക്ക് സ്വർഗ്ഗത്തിലേക്ക് എന്നാ പറയാ. ഫിറൗന്റെ ഭാര്യനോട് പറയാം സ്വർഗ്ഗത്തിലേക്ക്, നബിന്റെ ഭാര്യനോട് പറയാം നടക്ക് നരകത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വന്നിട്ട് അവരെന്താ പറയുന്നത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. എന്താ അവർ പറയുന്നറിയോ? ലാത്ത ഉസ്സ മനാത്ത വദ്ദി സുവാ യഹൂസി യഹൂഖു നസ്ർ, ഇവർക്കൊന്നും പടച്ചോനെ സ്വന്തമായിട്ട് കഴിവില്ല, നീ കൊടുത്ത കഴിവാണ്. അവരെന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ ആ കഴിവ് മുഴുവൻ അവരുടേതല്ല, എല്ലാം നീ കൊടുത്തതാണ്. ശരി, ഇങ്ങനെ പറഞ്ഞിരുന്നവരോട് ഹബീബുന ഷഫീഉന ഖലീലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അത് വളരെ പ്രധാനമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നതെങ്കിൽ അത് ഉജ്ജ്വലമായ ഒരു തീരുമാനമാവണ്ടേ? ആവണം. എന്ത് പറഞ്ഞു? എന്താ റസൂൽ പറഞ്ഞത്? പക്കാ തൗഹീദാണെന്നാണോ? ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആഹാ, ഞാൻ ഇതുവരെ വിചാരിച്ചത് ഇവരൊക്കെ ഇലാഹാണ് എന്നുള്ള, ഇവരൊക്കെ സ്വയം പര്യാപ്തമുള്ള പടച്ചോനാണ് എന്നുള്ള വിശ്വാസം അങ്ങക്കുള്ളതെന്നാ. അള്ളാഹ് കൊടുത്ത കഴിവ് എന്നാ ചോദിക്കണേന്നാ. എന്നാ പിന്നെ ഞാൻ എന്തിനാ എതിർക്കണത്? നിങ്ങൾ ഞാൻ ഒന്നാണെന്നല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലേ പറയേണ്ടത്? പക്ഷെ അള്ളാഹിന്റെ റസൂൽ പറയുന്നതോ, നിർത്ത് വൈലക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് സ്വർഗം എന്നല്ല, നിങ്ങൾക്ക് നരകം കൊണ്ട് നാശം. എന്താ കാരണം? എന്താ കാരണം? അള്ളാഹ് കൊടുത്ത കഴിവെന്നാന്ന് പറഞ്ഞ തേടലിൽ പച്ച ശിർക്കും കുഫ്റാണ്. ഇത് പറയുന്ന ആരാ? ശരിയാ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അല്ലേ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, ഖുറൈശി ഗോത്രത്തിലെ മഹാചാര്യൻ, വചനസാഗരങ്ങളുടെ വിപ്ലവത്തിന്റെ ചക്രവർത്തി, ലോക വിമോചകൻ, അഷ്റഫുൽ ഖൽഖ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ പറയുന്നത് ഇത് അള്ളാഹ് കൊടുത്ത കഴിവെന്ന എന്ന് നിങ്ങൾ വകച്ചുട്ടാലും പക്കാ ശിർക്കാണത്. ഇനി പറ, അങ്കടി മുകളിലെ EKAP സമസ്തക്കാരോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കുന്നു, നിങ്ങളിൽ ശിർക്കുണ്ടോ? ചന്ദ്രനും സുരേന്ദ്രനും ശിർക്കുള്ള പോലെ, അബൂജഹലിനും അബൂലഹബിനും ശിർക്കുള്ള പോലെ നിങ്ങളിൽ ശിർക്കുണ്ടോ? ഇല്ലേ?